ഒരു ഹബീബി പാട്ട് പാടിയേ. വെക്കാട്ടെ ആച്ചോടെ എണീക്കാൻ പറ. കാച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ അല്ലേ നോക്കി. കേക്ക് വാങ്ങാറായി അച്ഛേ, കേക്ക് വാങ്ങാറായി. സോ റെഡി. റെഡി വെച്ചേ. അറബി കളിപ്പിലായി ഗൈസ്. കളിപ്പൻ അറബിയാണോ നീ? ഇഷ്ടായില്ല. ഞാൻ ഒരു കൊന്തത്തിന്റെ പുറത്ത് കയറി അവിടെ നിക്കണത്. താഴെ വെക്കാൻ സ്ഥലമില്ല ഗൈസ്. വീഴല്ലേ വീഴല്ലേ. സോ ഞാനും ഏട്ടനും കൂടി കാശിക്കുട്ടിന് വേണ്ടിയിട്ട് ബലൂൺസ് വീർപ്പിക്കാൻ തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു 100, 150, 127 ബലൂൺ അങ്ങനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ, ബർത്ത്ഡേ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ പോയി ആ ബലൂൺ മാറ്റി വെച്ചിട്ടുണ്ട് കാശിക്കുട്ടൻ കാണാണ്ട്. നമ്മൾ ബലൂൺ വീർപ്പിക്കുന്നു. നമ്മുടെ കാശിക്കുട്ടൻ കിടക്കണ റൂമില് നമ്മൾ ഈ ഒരു ഏരിയ മൊത്തം ബലൂൺ നിറച്ചിടാനാണ് ഒരു പ്ലാൻ. കാശിക്കുട്ടൻ ഉറങ്ങുവാണ്, കാണിച്ചു തരാം. ലൈറ്റ് ഇട്ടാ ചിലപ്പോ. ഓക്കെ, കണ്ടാവാൻ ലൈറ്റ് ഇട്ടുകൊണ്ട് ചിലപ്പോൾ എണീക്കാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് വേഗം തന്നെ നമുക്ക് ബലൂൺ വീർപ്പിച്ചു തുടങ്ങാം. സോ നമ്മുടെ ബലൂൺ വീർപ്പിക്കുന്ന പമ്പൊന്നുമില്ല ഗൈസ്. നമ്മൾ വായ കൊണ്ട് തന്നെ ഞാനും ഏട്ടൻ കൂടി ഈ 127 ബലൂൺ നമ്മൾ വായ കൊണ്ട് വീർപ്പിച്ചെടുക്കാൻ പോകാം. സോ ബലൂൺ എടുക്കാം. ബലൂൺ മാത്രം ഇപ്പം മതി. ബലൂൺ ജസ്റ്റ് കെട്ടി കൈ കൊണ്ട് തന്നെ കെട്ടിയെടുക്കണുള്ളൂ. ബാക്കി പ്രോപ്സ് ഒക്കെ നമുക്ക് പിന്നെ എടുക്കാം അല്ലേ. സോ ബലൂൺ എടുത്ത് നമ്മുടെ ഇപ്പോൾ കലാപരിപാടി ആരംഭിക്കാം. ഓക്കെ, ഇന്ന് ചെറിയൊരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ. കാശിക്കുട്ടൻ സർപ്രൈസ് അല്ലാതെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ റിവീൽ ചെയ്തായിരുന്നു. കാശിക്കുട്ടൻ നമ്മുടെ അറബിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് തലയിൽ സാധനമൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോകുന്നത്. കാലത്ത് തന്നെ എണീച്ചോട്ട് തൊണ്ടക്ക് പല്ല് വെച്ചിട്ടില്ല ഗൈസ്. ഏതും പല്ല് വെച്ചിട്ടില്ല. കാലത്ത് എണീച്ച് അവിടെ ഉറക്കാൻ എനിക്ക് നേരെ വന്നിട്ടുള്ളൂ. നമ്മൾ കുറച്ചുകൂടി നേരത്തെ എണീക്കണമെന്ന് വിചാരിച്ചാണ്, കുറച്ച് വൈകിപ്പോയി. ബട്ട് കാശ് എണീച്ചിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ തന്നെ വരും മുറിച്ചു തുടങ്ങാം കേട്ടാ. ഓക്കെ, ഡീൽ. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ വീർപ്പിക്കാം അല്ലേ. ഓക്കെ, ഈ ബലൂൺ വേഗം കുറെ കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മള് ബലൂൺ വീർപ്പിച്ച് തുടങ്ങാൻ പോണ് ഗൈസ്. ഓക്കെ, നമ്മൾ ബലൂൺ വീർപ്പിക്കാം. ഫുള്ളായിട്ട് വീർപ്പിക്കണം കേട്ടോ. നമ്മൾ ആർച്ച് പോലെ സെറ്റ് ചെയ്യണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഉരുണ്ട സൈസ് ബലൂണാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോണേ. ഇത് മാത്രം കുറച്ച് വലുതാക്കി വീർപ്പിക്കാട്ടെ, ഇങ്ങനത്തെ സൈസ്. വീർപ്പിച്ചിട്ട് പൊട്ടിക്കും, നല്ല രസമുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പാകത്തിന് നമ്മുടെ എല്ലാ ബലൂൺസും നമുക്ക് ഈ ഒരു പാകത്തിന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ഗൈസ് ഓൾമോസ്റ്റ് ബലൂണൊക്കെ വീർപ്പിച്ചു. നമ്മുടെ ഒരു DIY ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന കാശിക്കുട്ടൻ ചിലപ്പോൾ എണീക്കാറായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ബോളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ ഈ ഒരു സ്ഥലത്തേക്ക് ഇടുവാണ് കേട്ടോ. യെസ്, ഡൺ. സോ ഗൈസ്, ഞങ്ങൾ ബലൂൺ ഇട്ട് നിറച്ചിരിക്കുന്നു ഞങ്ങളുടെ വീട്. ഹാപ്പി 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 ഹാപ്പി. ഒട്ടിക്കാം. കാശിക്കുട്ടൻ എണീച്ചിട്ടില്ല കേട്ടോ, ഉറങ്ങുവാണേ. കാശി നല്ല ഉറക്കത്തിലാണ് ഗൈസ്. അപ്പോൾ ബർത്ത്ഡേ പോയി കിടന്ന് ഉറങ്ങുവാണ്. അവൻ എണീച്ചിട്ട് വേണം ഇനി ഇറങ്ങി വന്നിട്ട് ഇവൻ അലമ്പുണ്ടാക്കുമോ ഇഷ്ടപ്പെടുമോ ഇല്ലെന്നൊന്നും അറിയില്ല.
കാശ് 10 മണിയായിട്ടും എണീച്ചിട്ടില്ല. 10:30 മണിയായിട്ടോ ഗൈസ്. 10:30 11 മണിയായി. നാട്ടിലിപ്പോൾ ഒരു 1:30 മണിയായി കാണും. ഇവിടെ നമ്മുടെ ഇപ്പോൾ 11 മണിയായപ്പോഴും കാശിക്കൊണ്ട് ഉറക്കത്തിൽ എണീക്കാണ്ട് ഇങ്ങനെ കിടക്കുവാണ് കേട്ടോ. കാശിക്കുട്ടനെ എണീച്ച് ഗൈസ്. കാശിക്കുട്ട ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ വേണം, ഈ ഫിലിം പൊട്ടിക്കരുത്. ഇഷ്ടായത് ഇതെന്താ ഇവിടെ കാണിച്ചേക്കണേ? ഇതൊക്കെ ആരിവിടെ വീർപ്പിച്ചിട്ടേ കാശ്? അതിനകത്ത് എന്തോ ഗിൽറ്റിന്റെ സാധനം. ഇഷ്ടായോ? അതമ്മ വീർപ്പിച്ചിട്ട് കെട്ടി. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാവോ? നിക്കടാ മതി. മതിടാ. എനിക്ക് കൊറേ ബോളുണ്ട്. അപ്പൊ കാശിക്കുട്ടിന് സന്തോഷമായിട്ടുണ്ട്. എടാ എനിക്കടാ, എനിക്കിടാ ഇറക്കാം, എനിക്കിടാ. ഇഷ്ടായില്ലേ? ആ ഗായ്സ്, ഇത് ഇഷ്ടായില്ല എന്നാ പറയണേ. അയ്യോ, ഫോട്ടോ എടുക്കാൻ നേരത്തെ ചെടി വെക്കാ. ഇതേ കുറച്ച് പറിച്ചും കളഞ്ഞു വന്നപ്പോ തന്നെ. അത് പറിച്ചേരാം. നോക്കട്ടെ, മോക്കൊക്കെ കഴുകാം നമുക്ക്. വാ, തന്നെ കഴുകോ? അവിടുന്ന് കഴുകോ? ശരി, കഴുകു. നമുക്ക് ഉമ്മന്നില്ലല്ലോ എണീച്ചിട്ട്. ഉമ്മന്നേ. ഹാപ്പി ബർത്ത്ഡേ. അച്ഛാണ്ടില്ലേ പുള്ള എണീച്ച് തന്നെ? കാശുണ്ടില്ലേ? പിന്നെ അച്ഛൻ തിരിക്കണ വന്ന് എണീപ്പിക്കാ. പോയി വാ, എണീപ്പിക്ക. അച്ചോട് പറ ബോള് കിടക്കണ്ടെന്ന് പറ. ഇവിടെ ആക്കാം. ഇത് ആരോടെ വീർപ്പിച്ചിട്ടേന്ന് ചോദിക്കാം അച്ചോട്. പോയി ചെല്ലേ. അച്ഛ എണീക്ക് എന്ന് പറ. ഇവിടെ ആരാ ബോള് വീർപ്പിച്ചിട്ടേന്ന് ചോദിച്ച. പോയി അച്ഛ കൊണ്ടേ കൊടുക്കുവല്ലേ ബോള്. ഇഷ്ടായോന്ന് എണീക്കാൻ പറഞ്ഞില്ല. എണീപ്പിക്ക. അച്ഛക്ക് വായ കൊണ്ട് വീർപ്പിച്ച്. ആ അതുണ്ടാക്ക. അരച്ച് വെക്കാട്ടെ. അച്ഛടെ എണീക്കാൻ പറ. കാച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ അല്ലേ നോക്കി. കേക്ക് വാങ്ങാറായി അച്ഛേ, കേക്ക് വാങ്ങാറായി. ആ വീഴല്ലേ, വീഴല്ലേ. ആ വലിയ വീഴല്ലേ, വീഴല്ലേ. കുഞ്ഞു വീലുണ്ട്. പാൻ്റെ ഉരിപ്പോ വെള്ളം ചേർക്കണ്ട. കെട്ടിയിടുക. ആ വള്ളിണ്ട, കെട്ടിത്തരാം. ആ അച്ഛൻ വന്നിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അച്ഛക്കും മുടക്ക്. ഹാപ്പി ബർത്ത്ഡേ. ഒരു മുടക്ക് അച്ഛക്ക്.
അച്ഛനും പിള്ളേം കൂടി വരാൻ പോണുള്ളൂ ഗൈസ്. വന്നുണ്ട്. ഒന്ന് വരൂ വേഗം, ഒന്ന് വരാവോ? ആ വന്ന്. ആ വാ വാ വാ. അപ്പൊ നമ്മളത് ഈ വോളിലേക്ക് നമ്മള് നമ്മുടെ ആർച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പോണം. ബർത്ത്ഡേ ഡെക്കോർ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആ ഇവിടെ കലങ്കോലായിട്ടിരിക്കുവാണ്. സോ നമുക്ക് തുടങ്ങാം. ഓക്കെ. കാശിക്കുട്ട അപ്പൊ ഏട്ടനും 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവര് വന്നിട്ട് ആർച്ച് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ബലൂണൊക്കെ ഇതുപോലെ വീർപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. എന്നിട്ട് ബലൂൺ ഇങ്ങനെ കോർക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു കേട്ടോ. കാശിക്കുട്ടതിനിടയ്ക്ക് ഇതൊക്കെ നിവർത്തി ഇവിടെ വലിച്ചെറിഞ്ഞിട്ടേക്കുവാണ് കേട്ടോ. എന്നിട്ട് വരുമ്പോൾ ചേട്ടന്മാർക്കൊക്കെ ഐസ്ക്രീമോ കേക്ക് കൊടുക്കണ്ടേന്ന് പറഞ്ഞിട്ടാണ് ആ പാത്രമൊക്കെ നിരത്തിയിരുന്നത്. അപ്പോൾ നമ്മളൊരു വലിയൊരു കോല് പോലത്തെ സാധനം ഉണ്ട് കേട്ടോ. അതിനകത്തേക്കാണ് ഈ ഒരു ബലൂൺ ചുറ്റി കൊടുക്കണേ. അപ്പോൾ നമുക്കത് വളച്ച് ആർച്ച് പോലെ വെക്കാൻ പറ്റൂട്ടോ. നമുക്ക് ആമസോണിൽ നിന്നൊക്കെ ഇത് ലഭിക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ന്യൂൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലാണ് കേട്ടോ കുറച്ചും കൂടി വില കുറവെന്ന് എനിക്ക് തോന്നിയത്. സോ നമ്മളിതേ ഇതുപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടേ. തൂത്ത് കളഞ്ഞോ? കാശിക്കുട്ടൻ അങ്ങനെ കേക്ക് മുറിക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ്. ആ ഇത് രുദ്രയുടെ ഫോട്ടോ അല്ലേ? ആണോ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞേ. വലൈക്കും അസ്സലാം. ഒരു ഹബീബി പാട്ട് പാടിയേ. ഗൈസ് ഇതാണ് ഞങ്ങളുടെ അറബിക്കാശി. അറബിക്കുഞ്ഞ്. ഓക്കെ. അപ്പൊ നമ്മള് പറിക്കാൻ പറ്റില്ലേ? ഇങ്ങനെയാണ് ശരിക്കും അറബി വെക്കണത്. നോക്കട്ടെ ചിരിച്ചേ. യാ ഓക്കെ. അപ്പൊ നമ്മള് ഇനി കേക്ക് മുറിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് കേക്ക് എടുക്കാൻ പോവാണേ. കേക്ക് എടുത്തോണ്ട് പയ്യ 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 ഇറങ്ങിക്കോ. പയ്യ പയ്യ അച്ചിറക്കും. ഇതിലിറങ്ങിക്കോ. അച്ചിറക്കും. എങ്ങടെ ഓടണേ? ഇങ്ങടെ ഓടണേ. അപ്പൊ ഞാൻ കാശിക്കുട്ടനോ അച്ഛനും കൂടി കാശിക്കുട്ടന്റെ കേക്ക് കേക്ക് മുറിക്കാന്ന് പറ അവരോട്. കേക്ക് മുറിക്കാന്ന് ഒന്ന് പറയോ കുഞ്ഞറബി. കുഞ്ഞറബി ഈ വാളും കൊണ്ടാണ് മുറിക്കാൻ പോണേ. പക്ഷെ ഇത് ഡ്യൂപ്ലി വാളാണ്. ഞങ്ങൾക്ക് കേക്ക് മുറിക്കാൻ വേറെ കത്തിയുണ്ട് അല്ലേ? ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഡെക്കോറ്. ഇത് ABCD അല്ലടാ, 1 2 3 ആണ്. അവൻ ഇതിന് ABCD എന്ന് പറയണേ. സോ ഗൈസ് നമ്മളിനി കുറച്ച് നേരം കൂടി കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങളിനി കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ കേക്ക് മുറിക്കുന്നതായിരിക്കും. സോ റെഡി. ആരെയും റെഡി എന്ന് വെച്ചേ. അറബി കളിപ്പിലായി ഗൈസ്. കലിപ്പൻ അറബിയാണോ നീ? ഇഷ്ടമായില്ല. ഞാൻ ഒരു കൊന്തത്തിന്റെ പുറത്ത് കയറി അവിടെ നിക്കണത്. താഴെ ആ സ്ഥലമില്ല ഗൈസ്. ഒരു സ്റ്റൂൾ ഇവിടെ ഇട്ടേച്ചേക്കുവാ ഇവര് കേക്ക് മുറിക്കാൻ എളുപ്പത്തിന്. അതിന്റെ പുറത്ത് കയറിയാണ് ഞാൻ ഈ നിക്കുന്നത്. നല്ല രസമല്ലേ? നാളെ ഇതൊക്കെ നമുക്ക് പൊട്ടിക്കണ്ടേ? മതി ഇറങ്ങി. അയ്യോ അയ്യോ അയ്യോ. ആ ഓക്കെ. ഞങ്ങള് കേക്ക് മുറിക്കാൻ പോണ. പക്ഷെ ഞങ്ങൾ ഇവിടെ അഗിമാമനെ ബാസിമാമനെ നോക്കി നിന്നിട്ട് എവിടെ പോയാണോ അവര്?
പോയൊക്കെ ഉണ്ടാവും അവര്. എവിടെ പോയിക്കണവര്? കുറച്ച് അറബി ചീത്ത പറഞ്ഞ നേട്ടാ എനിക്ക് പറ. അറബി ചീത്ത അച്ഛനെ അറിയില്ല. അച്ഛന് ആകെ എന്താ നേരത്തെ പറഞ്ഞത്? മുക് മാഫി. മുക് മാഫി. അത് മാഫിയല്ല, അത് വേണ്ട എനിക്ക്. ആദ്യം പറഞ്ഞ സാധനം മുക് മാഫി അതല്ല. ഹലോ ഹലോ പറഞ്ഞേ. ഹൗ ആർ യു? കൈഫാലക്. ഹലോ ഹബീബി. ഹബീബി തല്ലല്ലേ എന്റെ പൊന്ന ഹബീബി അല്ലേ. അയ്യാ കഴിച്ചേർക്കണ താഴെ നിർത്തട്ടേട്ടാ. ഇവിടെ എങ്ങനെ ഇടുന്നു? കുറച്ച് കഴിയുമ്പോ എങ്ങനെ കേക്ക് കുറിക്കും. അങ്ങനെ കുറേ നേരം കാശിക്കുട്ടൻ അറബിയിൽ ഉടുപ്പിട്ട് കഴിഞ്ഞ ശേഷം ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ പുറത്ത് പോയത് വന്നു. സോ ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവാണ്. അപ്പോൾ കാശിക്കുട്ടൻ കേക്ക് മുറിക്കുന്ന സമയത്ത് തന്നെ വേഗം തന്നെ കണ്ണ് പൊത്തി നിന്നു. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്കിവിടെ പെട്ടെന്നൊരു കേക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 2 കേക്ക് മേടിച്ചിട്ട് അതിൻ്റെ 2 ലെയറായിട്ട് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റും ഒരു ബ്ലാക്ക് ഫോറസ്റ്റും നമ്മൾ കട്ട് ചെയ്തു. കാശിക്കുട്ടൻ കണ്ട മുഖമൊക്കെ പൊത്തി പിടിച്ചേക്കുവാണ്. സോ കട്ട് ചെയ്തിട്ട് ഇനി നമ്മൾ കഴിക്കുകയാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. കാശിക്കുട്ടിന് 2 ഒരു കാറും ഒരു വലിയ ഗണ്ണും ചോക്ലേറ്റ്സ് ഒക്കെ ഗിഫ്റ്റ് കിട്ടി കൂട്ടുകാരുടെ അടുത്തുനിന്ന്. കാശി അതിനകത്ത് നമ്മുടെ വണ്ടി തല്ലി പൊളിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തേക്കും 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തോക്കിപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് അനങ്ങാണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. കാശിക്കുട്ടിൻ്റെ 3rd ബർത്ത്ഡേ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ബർത്ത്ഡേ എങ്ങനെ ആഘോഷിച്ചെന്നുള്ളത്, അതിൻ്റെ ഡെക്കോറൊക്കെ എങ്ങനെ ചെയ്തെന്നുള്ളത് വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ കാശിക്കുട്ടൻ അങ്ങനെ അറബി വേഷത്തിൽ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സോ കാശിക്കുട്ടനെ കേക്കൊക്കെ മുറിച്ചിട്ട് അഖിൽ മാമനും അഫ്സൽ മാമനും ബാസി മാമനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏട്ടനൊക്കെ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട് ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോകാനായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ കാശിക്കുട്ടിന് ഗിഫ്റ്റൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നാഷണൽ ഡേ ആയിട്ട് ഞങ്ങളൊന്ന് പുറത്തൊന്നും പോയില്ല കേട്ടോ. കാശിയുടെ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. കുറേ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞപ്പോഴേക്കും മൊത്തം ആവശ്യതയായി. സോ ഞങ്ങൾ നാഷണലിലേക്ക് പുറത്ത് പോയില്ല ഗൈസ്. അപ്പോൾ ഇത്രയുള്ളൂ. താങ്ക് യു. ബൈ ബൈ.